ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നാളെ, അതായത് 17-ാം തീയതി നിങ്ങളുടെ +1 റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് 3 മണിക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റ്, നിങ്ങളുടെ ആ ഒരു സർപ്രൈസിങ് മൊമെൻറ്റ്, നിങ്ങളുടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ് നിങ്ങളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ആ ഒരു മൊമെൻറ്റ് അവിടെ ക്യാപ്ചർ ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ +1 റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് അയച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ നമുക്ക് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിമോണിയൽ വീഡിയോ എടുത്ത് ആ ഒരു മൊമെൻറ്റ് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും അത് എടുക്കുക, എന്നിട്ട് നമുക്ക് അയച്ചു തരിക. ഓക്കെ, ഇനി അതല്ല റിയാക്ഷൻ വീഡിയോ എടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ പഠിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ കൂടി അയക്കുകയാണെങ്കിൽ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം, എവിടെയാണ് മിസ്സേ ഞങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. മക്കളെ, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു പോർട്ടലായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ഈ ഒരു ഇതെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങളുടെ റിസൾട്ട് നമ്മളെ അറിയിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ അയക്കാനുള്ള ലിങ്ക് ആയാലും നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാനുള്ള ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കുട്ടികൾക്കറിയാം, ഇത് നമ്മുടെ +2 ടോപ്പേഴ്സാണ്. അപ്പോൾ അതേ +2ൽ 1 മാർക്കും 2 മാർക്കൊക്കെ മാത്രം ഫുൾ മാർക്കിൽ കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഇത് നമ്മുടെ +1 ടോപ്പേഴ്സാണ്. അപ്പോൾ ഇതേപോലെ ഇനി വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്. അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ പറ്റുന്നവരെല്ലാവരും നമുക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ടെൻഷനിലായിരിക്കും, കുറേ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ്സിലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റ് നമുക്കൂടി ഷെയർ ചെയ്യാം. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, +2ലും ഒരു അടിപൊളി റിസൾട്ട് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ കുറേ പേര് എന്തായാലും നിങ്ങളുടെ +1 റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഇനി പഠിച്ചു തുടങ്ങാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1ൻ്റെ റിസൾട്ട് നിങ്ങൾക്കിപ്പം ചില ആൾക്കാർക്ക് വിചാരിച്ചതുപോലെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, ചില മക്കൾക്ക് വിചാരിച്ചതുപോലെ തന്നെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു നല്ല റിസൾട്ട്, നല്ലതായാലും മോശമായാലും ഇനിയും ബെറ്റർ ആക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് +2ൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനാൻ്റെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ചിൻ്റെ ഫീൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓണം ഓഫറായിട്ട് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാവും. ക്ലാസ്സുകളും PYQയും PDF നോട്ട്സും വർക്ക്ഷീറ്റ്, എക്സാം, ബുക്ക് സെറ്റ് ഇതെല്ലാം വെച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ എഴുതിയതിൻ്റെ, നിങ്ങൾ പഠിച്ചതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതിലാണ് നിങ്ങൾ നാളെ 3 മണിക്ക് ശേഷം, വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് നിങ്ങൾ റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, റിസൾട്ട് നമ്മളെ കൂടി അറിയിക്കുക. റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റുന്നവരെല്ലാവരും അത് എടുക്കുക, എന്നിട്ട് നമുക്ക് അയച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. കാരണം റിസൾട്ടൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, എല്ലാം റെഡിയാണ്. ഇനി അത് നിങ്ങൾ കാണേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല. നമ്മൾക്കാകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഒന്ന് നിങ്ങളുടെ +2 ഇനി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. കാരണം ഇപ്പോൾ +1ൽ നിങ്ങൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. +2ൽ അത് കിട്ടൂല. അത് മാത്രമല്ല, +2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ലാബ് എക്സാമും കാര്യങ്ങളും പ്രാക്ടിക്കലും എല്ലാം ഉണ്ട്. അപ്പം +2 നിങ്ങളെ കൊണ്ട് മാക്സിമം അടിപൊളിയായിട്ട് പറ്റുന്നത് പോലെ പഠിക്കുക. ആ 2 കാര്യങ്ങളാണ് നമ്മുടെ കൺട്രോളിലുള്ളത്, അത് ചെയ്യുക. +1 റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കാതെ കാമായിട്ടിരിക്കുക. റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റ് ജാം ആവാൻ ചാൻസ് ഉണ്ട്. സോ റിലാക്സ് ചെയ്യുക, ചെക്ക് ചെയ്യുക, റിസൾട്ട് കിട്ടിയാൽ നമ്മളെ കൂടി അറിയിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.